ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം നിങ്ങൾ കണ്ടിട്ടില്ല ഗൈസ്. ഗൈസ് ഇവിടുത്തെ മരം കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാവോ ഗൈസ്. നല്ല പച്ച കളർ, നല്ല നല്ല കട്ടി പച്ച കളറിലുള്ള മരങ്ങളാണ് ഇവിടെ ഉള്ളത്. നല്ല കടഞ്ഞെടുത്ത മരങ്ങളാണ് ഗൈസ്. ഇവിടെ പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാണ് ഗൈസ്. പിന്നെ ഇവിടുത്തെ വരവുകൾ ഒരു രക്ഷയുമില്ല ഗൈസ്. എടി വരവല്ലടി പൊടി, വളവ് ഗൈസ്. ഇവിടെ വലിയ വലിയ വളവുകളൊക്കെ ഉണ്ട് ഗൈസ്. വലിയ വലിയ ഹെയറിംഗ് വളവുകളാണ് ഗൈസ് ഞങ്ങൾ കയറി പോകുന്നത്. എടി വലവല്ല, വളവ് ഗൈസ്. ഇവിടെ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നോണ്ട് ആകാശമൊന്നും കാണാൻ പറ്റില്ല ഗൈസ്. നമ്മള് സൂക്ഷിച്ചോടിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. വെപ്ലാലം പിടിച്ചൊന്നും ഓടിക്കാൻ പറ്റത്തില്ലെങ്കിൽ നല്ല വളവല്ലേ. ഞാൻ വളഞ്ഞു വരുമ്പോ ഇനി വേറെ വണ്ടി വരുന്നത് ഗൈസ്. ചെറിയ റോഡാണ് ഗൈസ്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കൊക്കയും കാടും ഒക്കെയാണ് ഗൈസ്. ഗൈസ് ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴേ നന്നായിട്ട് ശ്രദ്ധിക്കണം ഗൈസ്, അല്ലെങ്കിലേ വണ്ടി പാളും ഗൈസ്. ഇരുന്നാളവേ ഇവിടെ ഒരുപാട് മൃഗങ്ങളുള്ള ഈ സ്ഥലമാണ് കേട്ടോ. ഇരുന്നാള് ടൈഗർ റിസോർട്ടിന്റെ ഈ സ്ഥലമാണ് ഇത്. ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഗേസ് ഇത്. അവിടെ വല്ല കടുവയോ പുലിയോ ആനയോ എല്ലാം പൊങ്ങി നിൽക്കുകയാണെങ്കിൽ ആർക്കറിയാം. എടി പൊങ്ങിയല്ലടി പതുങ്ങി. നീ എന്തൊരു വണ്ടിയാ? പണ്ടൊരു ദിവസം ഞങ്ങൾ വന്നപ്പോഴല്ലേ ഒരു 2 മ്ലാവിനെയാണ് ഗേസ് ഞങ്ങൾ കണ്ടത്. മ്ലാവെന്ന് പറഞ്ഞ എന്താന്ന് അറിയാവോ ഗേസ്? വെള്ളത്തിന്റെ വലിയ പൈപ്പാണ് ഗൈസ് ഇത്. ഇത് കാണാൻ ഗൈസ്. ഇത്രയും വലിയ പൈപ്പൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത് ഗൈസ്. പിന്നെ ഞങ്ങൾ വണ്ടി എടുക്കാൻ കുറച്ച് സ്ഥലം നോക്കിക്കാൻ നിൽക്കാണ് ഗൈസ്. നിങ്ങളെ കുറച്ച് ഇവിടെ സ്ഥലം കാണിച്ചു തരാനുണ്ട് ഗൈസ്. ഈ റോഡിന്റെ സൈഡിൽ നിറച്ച് ഈറ്റകളാണ് ഗൈസ്. നമ്മുടെ കൂടത്ത് കുറെ നേരം ഒരു തമിഴ്നാട് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. എന്ത് ഗെറ്റപ്പാ ഗൈസ്. ഒരു ആനവണ്ടി നമ്മള് ക്രോസ് ചെയ്ത് പോകുന്ന കണ്ടോ ഗൈസ്. ഗൈസ് നമ്മൾ ഇവിടെ വണ്ടി ഒടുക്കിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഈ സൈഡിൽ ഇരുന്ന് നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അടിപൊളി തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ് ഗൈസ് ഇത്. ഇവിടെ ഒത്തിരി ചീവയുടെ ഒച്ചകളാണ് ഗൈസ്. സൈഡിലും ചെലവിലും ഒക്കെ പോയി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. നടുക്കോട്ട് പോയ ഞങ്ങളെ വണ്ടികളൊക്കെ ചേർന്ന് സ്റ്റിക്കർ ആക്കിയിട്ട് പോവുക. ഇതുണ്ട് ആ മരത്തിൽ ഒരു കുരങ്ങ് നിൽക്കുന്നത്. അത് നമ്മളെ കണ്ടിട്ട് ഒരു മൈൻഡ് പോലും ഇല്ലാതെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് അത് കണ്ട ഗൈസ് നമ്മുടെ അടുത്ത് ഒന്നും മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്ന. അത് നമ്മുടെ അടുത്ത് വെള്ളം ഉണ്ടോന്ന് നോക്കുമായിരിക്കും ഗൈസ്, വെള്ളം തട്ടിപ്പറിക്കാൻ. ഗൈസ് അത് കുറച്ച് പൊക്കത്തിലായതുകൊണ്ട് നമുക്ക് നല്ലപോലെ അതൊന്നും കിട്ടുന്നില്ല ഗൈസ്. നോക്ക് ഗൈസ് ആ കുരങ്ങൻ മുകളിലിരുന്ന് എന്തൊക്കെയാ കാണിക്കുന്നതെന്ന്. അവൻ അവിടെ ഇരുന്ന് ഒഴിച്ച് കടിക്കുവാന്ന് ഗൈസ് തോന്നുന്നേ. അയ്യോ അതിന് മുകളിൽ നിന്നെങ്ങാനും ചാടി വരുവോ? അതിന്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് പേടിയാന്ന്. അയ്യോ
ഗൈസ് ഇരിക്കുന്നത്. എന്റെ അടുത്ത് ആരും ഇല്ലെന്നാ തോന്നുന്ന ഗൈസ്. ഞങ്ങള് പതുക്കെ അങ്ങ് വണ്ടിക്കകത്ത് കയറുവാണ് ഗൈസ്. കാരണം ഇവന്മാരെ നെ കണ്ട് ചുമ്മാ നോക്കിക്കൊണ്ടിരുന്ന ഇപ്പൊ കൊറേ എണ്ണം വന്നു. അകത്ത് കയറിയിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല, എല്ലാം കൂടെ ഞങ്ങള് ശരിയാക്കും ഗൈസ്. കണ്ടില്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് അടിയാ. ഒരെണ്ണം അടിക്കുന്നു, തൊഴിക്കുന്നു, ഉരുളുന്നു, എന്നിട്ട് ഒരാളെ വന്ന് മാറ്റിവിടാൻ നോക്കുന്നു. എന്തൊക്കെയാണോ പൊടിയും മീക്കരിയും പോലെ അല്ല അവന്മാരും അടിയാ. എന്തായാലും കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് ഗൈസ്. നല്ലൊരു രസമല്ലേ, നല്ലൊരു ഫീലൊക്കെ ചെയ്ത് നല്ല രസമുണ്ട് അല്ലേ ഗൈസ്. എന്തായാലും അടിയൊക്കെ കഴിഞ്ഞപ്പോ ഒരെണ്ണത്തിനെ വലിച്ച് കാട്ടിന്റെ അത്തോട്ട് ഇരുത്തിട്ടുണ്ട്. ഇത് അടിയാണോ ബോക്സിംഗ് ആണോ എന്താന്ന് പോലും അറിയത്തില്ല, അങ്ങ് എറിഞ്ഞു. അത് പാവം. എന്തെങ്കിലും എല്ലാവരും തമ്മിൽ തല്ലി അങ്ങോട്ടും പിരിഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും രക്ഷപ്പെട്ടു ഗൈസ്. കാരണം എന്താന്ന് വെച്ചാൽ അവന്മാരവിടെ ഉണ്ടെങ്കിൽ നമ്മളെ വല്ലതും കണ്ടാൽ നല്ല ഇടിയും തൊരി. കുരങ്ങന്മാരുടെ നഖ വെച്ചിരി മൂർച്ചയൊക്കെ അല്ലേ, അപ്പൊ നല്ലപോലെ മാറ്റി ഇങ്ങനെ ഉറക്കും. വേന എടുക്കും, നല്ലപോലെ വേന എടുക്കും. നമ്മൾ വീണ്ടും വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമൊക്കെ ആണല്ലേ, അതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങാൻ തോന്നി. നല്ല രസമായിരുന്നു ഗൈസ്. എന്തായാലും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നേ. ഫോറസ്റ്റ് ആണ് ഗൈസ്, പക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും ഒളിച്ചിരുന്നാൽ പോലും അറിയത്തില്ല. മരയില്ലെങ്കിൽ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. പെരിയാർ ടൈഗർ റിസോർട്ടിന് ബന്ധപ്പെട്ട സ്ഥലമാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എന്നെ ഇവിടെ നിൽക്കണമെങ്കിൽ കുറച്ച് പേടിക്കണം ഗൈസ്. എന്തൊക്കെ മികവുണ്ടെന്ന് അറിയാവോ ഗൈസ്. ഇവിടെ ആനയോ വല്ല പുലിയോ ചാടി വന്നാൽ എന്ത് ചെയ്യും നമ്മൾ അവിടെ തന്നെ നിൽക്കും തിരക്കായിട്ട്. ബാക്കിയുള്ളവരൊക്കെ പോക്കും പാരിയും ഒക്കെ കരിയേ. ഇത് കണ്ടോ ഗൈസ്, ഈ കാട് നിറയെ മുള നിൽക്കുന്നുണ്ടോ? നല്ല രസമല്ലേ ഈ മുള കാണാൻ ഗൈസ്. നല്ല രസമുണ്ട് ഇത് കാണാൻ, പക്ഷെ ഇത് കുറച്ച് ഭീകരതയോ ഉണ്ട് ഗൈസ്. എന്തായാലും ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു ഗൈസ്. നല്ല സ്ഥലമൊക്കെ അല്ലായിരുന്നു ഗൈസ്. കുമ്മിളിയിലൊക്കെ വന്നിട്ടുണ്ടോ ഗൈസ്? ലോയർ ക്യാമ്പിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? കമന്റ് ബോക്സിൽ ഒന്ന് ലിങ്ക് ഇട്ടേക്കണേ ഗൈസ്. അത് മാത്രമല്ലാതെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കിങ് ക്ലോക്കി നെക്കാരും കൂടെ മറക്കല്ലേ. സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.